So my answer to that question is, at sometimes I felt like um, ആണുങ്ങൾക്ക് ഒരുപാട് പ്രിവിലേജസ് ഉണ്ടെന്ന്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ 9 മന്ത് പ്രഗ്നൻസി, അത് കഴിഞ്ഞിട്ടുള്ള ലേബർ, അതെന്ത് തരത്തിലുള്ളതാണേലും, സി സെക്ഷൻ ആണേലും അല്ലാതെയുള്ള ലേബർ ആണെങ്കിലും ഏറ്റവും കൂടുതൽ സാക്രിഫൈസസ് ചെയ്യേണ്ടി വരുന്നത് ഫിസിക്കലിയും ഇമോഷണലിയും മെന്റലിയും ഒക്കെ സാക്രിഫൈസസ് ചെയ്യേണ്ടി വരുന്നത്, അത് കഴിഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം ആണെങ്കിലും വുമൺ ആണ്. പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഒരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ ഇപ്പോഴും സൊസൈറ്റിയുടെ ഒരു ട്രഡീഷൻ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ട്രഡീഷൻ അനുസരിച്ച് ഒരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ ആ കുട്ടിയുടെ സൺ നെയിം വരുന്നത് ആ കുട്ടിയുടെ അപ്പന്റെ പേരാണ്. അത് എനിക്ക് തോന്നുന്നു അൺഫെയർ ആണെന്ന്. കാര്യം അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം നമ്മൾ കോളേജിലോ അല്ലെങ്കിൽ സ്കൂളിലോ ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഗ്രൂപ്പ് പ്രൊജക്റ്റ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഒരാള് സപ്പോസ് 1% ചെയ്യുകയും മറ്റാൾ 99% ചെയ്തു എന്നിരിക്കട്ടെ. അറ്റ് ദ എൻഡ് നിങ്ങൾ വിചാരിച്ച ഈ പ്രൊഫസർ വിളിച്ചിട്ട് ഈ 1% ചെയ്ത ആൾക്ക് മെഡലും സർട്ടിഫിക്കറ്റും ഒക്കെ കൊടുക്കുന്നത്. അതേ അവസ്ഥയാണ് ഈ ഒരു പേരിടുന്ന കാര്യത്തിലും ഉള്ള കസ്റ്റം. അത് ചില ആൾക്കാർ പറയാറുണ്ട് അത് ട്രഡീഷൻ അല്ലേന്ന്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഈ ട്രഡീഷൻ എവിടുന്ന് വന്നു എന്നുള്ളതാണ്. കാര്യം പണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീകൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ ആ സമയത്തൊക്കെ വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമോ ഒന്നുമില്ലാതിരുന്ന ഒരു കാലത്ത് ആണുങ്ങൾ തന്നെ എടുത്ത അല്ലെങ്കിൽ ഉണ്ടാക്കിയ ഒരു ട്രഡീഷനാണ് ആ സമയത്തത്. അതിപ്പോഴും 2025-ലും ആ സമയത്തൊക്കെ ഉണ്ടാക്കിയ ട്രഡീഷന്റെ പിന്നിൽ പല കാരണങ്ങളുണ്ടാകാം. പക്ഷെ ഇപ്പോഴും ഇപ്പം വാട്ട് ബ്രിങ്സ് വുമൺ ടു ദ ടേബിൾ എന്ന് ചോദിച്ചാൽ ഈക്വലി വുമൺ ടേബിൾ ബ്രിങ് ചെയ്യുന്ന ഈ സമയത്ത്, ഇപ്പം അത് ഫൈനാൻഷ്യലി ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഈക്വലി ഇപ്പോഴും വുമൺ സെയിം കാര്യങ്ങൾ ടേബിൾ ബ്രിങ് ചെയ്യുമ്പോൾ തന്നെയും പക്ഷെ ഈ ഒരു കാര്യത്തിലുള്ള ട്രഡീഷൻ നമ്മളിപ്പോഴും ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓൾമോസ്റ്റ് 90% ഓഫ് ദ കുറച്ച് കൾച്ചറിലല്ലാതെ ഇപ്പോഴും ആ ഒരു പ്രിവിലേജ് ആണുങ്ങൾക്ക് കിട്ടാറുണ്ട്. അവരുടെ പേര് തുടർന്നുകൊണ്ട് പോകാനുള്ള ഒരു അത് അവരൊരു അവകാശമായി കണക്കാക്കിയിരിക്കുകയാണ്. ആ ഒരു ട്രഡീഷൻ അവർ തന്നെ ഉണ്ടാക്കിയ ട്രഡീഷൻ മെൻ അതിന്റെ ബെനിഫിഷ്യറി ആയതുകൊണ്ട് തന്നെ ഇപ്പോഴും തുടരുന്നു. അതൊരു അൺഫെയർ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കാര്യമാണ് എനിക്ക് എന്ത് രസമാണല്ലേ ആണുങ്ങളായാല് നമ്മൾ അധികം പണിയൊന്നും എടുക്കാതെ ഒരു കുട്ടീനെ നമ്മുടെ പേരിൽ കുട്ടി അറിയപ്പെടുക, ആ കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടിക്ക് പേരിടാനുള്ള ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആ കുട്ടിക്ക് പേരിടാനുള്ള ഒരു പ്രിവിലേജ്, അത് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ഒരു സന്ദർഭത്തിൽ മാത്രം. അല്ലാതെ ഐ ലവ് ബീങ് എ വുമൺ, പക്ഷെ അങ്ങനെ ഒരു എക്സാമ്പിൾ എനിക്ക് മനസ്സിൽ തോന്നി. സോ ആൻഡ് ഓൾസോ ഐ ഫെൽറ്റ് ദാറ്റ് ഈസ് അൺഫെയർ.